സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളയുമായി ബന്ധപ്പെട്ട് ജനം ടിവിയുടെ പരമ്പരയാണ് മാഫിയ വാഴും ദേവസ്വം എന്നുള്ളത്. തിരുവിതാംകൂർ, കൊച്ചിൻ, അതോടൊപ്പം തന്നെ മലബാർ ദേവസ്വങ്ങൾക്ക് കീഴിൽ ക്ഷേത്രങ്ങളിൽ സ്വർണ്ണക്കവർച്ച, ഭൂമി കുംഭകോണം, എത്തുന്ന ഭക്തരെ അവഹേളിക്കൽ, ഇത്തരം പ്രവർത്തനങ്ങൾ തുടർച്ചയായി വർഷങ്ങളായി നടക്കുന്ന ഘട്ടത്തിലാണ് ഫ്രീ ഹിന്ദു ടെമ്പിൾസ് എന്ന പേരിൽ ജനം ടി വി ഈ ഒരു സുപ്രധാനമായ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നമ്മൾ കൊട്ടാരക്കരയിലേക്ക് വീണ്ടും പോകുകയാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും മേൽശാന്തിക്കും നോട്ടീസ്. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറാണ് നോട്ടീസ് നൽകുക. കീഴ്ശാന്തി ചുമതല വഹിക്കുമ്പോൾ നോട്ടീസ് നൽകും. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ഈ വാർത്ത മനോജാണ് പുറത്തു കൊണ്ടുവന്നത്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. കാരണം തിടപ്പള്ളിക്കകത്ത് വളരെ പവിത്രമായൊരു സ്ഥലത്ത് നിർമ്മിക്കേണ്ട ഭഗവാന്റെ പ്രസാദം അത് വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നിർമ്മിക്കുന്നു. അത് നമ്മൾ വാർത്ത നൽകിയതിന് ശേഷം അതിൽ വലിയ പ്രതിഷേധം ഭക്തരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ വീണ്ടും മറ്റൊരു സ്ഥലത്ത് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ ഇട്ടിരിക്കുന്ന സ്ഥലത്തിട്ട് വീണ്ടും അത് ഉണ്ടാക്കുക. അപ്പോൾ എത്രത്തോളം വലിയ തോതിൽ ഭക്തരെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ അവിശ്വാസികൾ ഒരു ക്ഷേത്രത്തിൻ്റെ ഭരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്നതിന് ഇനി ഒരു വലിയ വിശദീകരണത്തിൻ്റെ ആവശ്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് നൽകേണ്ടതില്ല. അതിനാൽ ഇപ്പോൾ ഈ ജനം വാർത്തയെ തുടർന്ന് മനോജ് നൽകിയ ഈ വാർത്തയിൽ ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റിനെ പറ്റി പറയൂ മനോജ്. എന്തൊക്കെ നടപടി ഉണ്ടാകാനാണ് സാധ്യത? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം വിജിലൻസ് ഈ കൊട്ടാരക്കരയിലെത്തി വാടക വീട്ടിൽ നിന്നും ദേവസ്വം കെട്ടിടത്തിന് മുകളിൽ നിന്നും ഈ സാമ്പിളുകളൊക്കെ ശേഖരിച്ചത്. ഈ സാധനങ്ങളെല്ലാം, അതായത് കരിപ്രസാദം നിർമ്മിക്കാൻ ഉപയോഗിച്ച കറുത്തപ്പൊടിയും ഈ ക്ഷേത്രത്തിലെ തന്നെ സാധനങ്ങളൊക്കെ ഈ വാടക വീട്ടിലുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ട് ദേവസ്വത്തിൻ്റെ കെട്ടിടത്തിലേക്ക് വച്ച് സീൽ ചെയ്തിട്ടുണ്ട്. ഈ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ മേൽശാന്തിക്കും അതോടൊപ്പം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും അടക്കം നോട്ടീസ് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ നോട്ടീസ് നൽകിയതിലൂടെ തന്നെ ഈ നടപടിയുടെ ആദ്യഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം വിജിലൻസ് എത്തിയപ്പോൾ വിജിലൻസ് എസ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തണമെന്ന് ഹിന്ദു ഐക്യവേദി അടക്കം ആവശ്യപ്പെട്ടിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അന്വേഷണം സുതാര്യമായിരിക്കണമെന്നുള്ളതാണ് ഉയർന്ന ആവശ്യം. ഇനി വരുന്ന ദിവസങ്ങളിൽ, അതായത് 15-ാം തീയതിയോടുകൂടി തന്നെ വലിയൊരു ഭക്തജന പ്രക്ഷോഭം ഈ സ്ഥലത്തുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നടപടിയുടെ ആദ്യഘട്ടമെന്ന നിലയിലാണ് നോട്ടീസ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണം കേസെടുത്ത് അന്വേഷിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് അവിടെ എത്തുന്ന ഭക്തർ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരൊന്നും അറിയുന്നില്ല തങ്ങൾക്ക് കിട്ടുന്ന കരിപ്രസാദം ഇങ്ങനെയാണ് നിർമ്മിച്ച് വരുന്നതെന്ന്. ഈ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ എത്തിക്കുന്ന ഈ കറുത്ത പൊടി കൊണ്ടാണ്, അതിനെ ചാലിച്ചാണ് ഇത്തരത്തിലുള്ള പ്രസാദമായി അവിടെയുള്ള ഭക്തർക്ക്, അതായത് വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്ത് നിന്നും മദ്യക്കുപ്പികൾ കിടക്കുന്ന സ്ഥലത്ത് നിന്നും ഇങ്ങനെ ഈ ക്ഷേത്രത്തിന് പുറത്തുള്ള പലരും ചേർന്ന് നിർമ്മിച്ചു. മാത്രമല്ല നൽകിയത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദം നിർമ്മിക്കുന്ന സംഭവമാണെങ്കിലും ഇത് കേരളത്തിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും പ്രസാദം ഉണ്ടാക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. അതായത് നമ്മൾ ഈ വാർത്ത നൽകുന്നതോടുകൂടി പ്രേക്ഷകർ ചിന്തിക്കേണ്ടത് പല ക്ഷേത്രങ്ങളിലും ഇതേ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്തരം ക്രമക്കേട് നടത്തുന്ന അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ക്ഷേത്രം ഭരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നത് തന്നെയാണ് ഈ ക്യാമ്പയിനിലൂടെ ജനം ടി വി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനോജ്, ഞാൻ സൂചിപ്പിച്ചത് ഇത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ മാത്രമുള്ളൊരു സംഭവമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായും അതുതന്നെയാണ്. ഇതൊരു ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളും കൃത്രിമങ്ങളും ഒക്കെ തുടർന്നു വരികയാണ്. അത് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ തെളിവ് സഹിതം ഭക്തർ അത് പിടികൂടിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി ഇതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഈ ദേവസ്വം അധികൃതരുടെ അറിവോടുകൂടി തന്നെ പല സംഭവങ്ങളും നടന്നു വരുന്നുണ്ട്. എന്നാൽ അതൊക്കെ തന്നെ തെളിവ് സഹിതം പുറത്തു വരേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഭക്തർ ആവശ്യപ്പെടുന്നത് ഈ ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് വിട്ടു നൽകുക, ദേവസ്വം ബോർഡിൻ്റെ അധീനതയിൽ നിന്നും ഭക്തരിലേക്ക് ഈ ക്ഷേത്രം വിട്ടു നൽകുക എന്നത്. കാരണം ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഈ ക്ഷേത്രങ്ങളിലൊന്നും തന്നെ അവിടെ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ല. വിശ്വാസികൾ അവിടേക്ക് എത്തുമ്പോൾ അവർക്ക് ആത്മസംതൃപ്തിയോടുകൂടി തിരികെ മടങ്ങാൻ സാധിക്കുന്നില്ല. ദർശനം നടത്തി അവർ തൊടുന്ന ഈ ഒരു പ്രസാദത്തിൽ പോലും കൃത്രിമം കാണിക്കുന്നവരാണുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തർക്കായി ഈ ക്ഷേത്രങ്ങൾ വിട്ടു നൽകുക എന്നുള്ളതാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങൾ കേന്ദ്രമാക്കി നടത്തുന്ന
നടത്തുന്ന ഈ ഒരു തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നിർത്തിയില്ലെങ്കിൽ വലിയ ഭക്തജന പ്രക്ഷോഭം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഈ ഹൈന്ദവ സംഘടനകളടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കരിപ്രസാദ നിർമ്മാണത്തിൽ വലിയ തോതിലുള്ള അപാകതയുണ്ടായി എന്ന വാർത്ത ജനം TV-യാണ് പുറത്തു കൊണ്ടുവന്നത്. അതിൽ ദേവസ്വം വിജിലൻസിന്റെ നടപടി ഉണ്ടാകും എന്നാണിപ്പോൾ എം മനോജ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും സമാനമായ രീതിയിൽ വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രസാദമുണ്ടാക്കുകയും അത് പിന്നീട് ഭക്തർക്ക് വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത്തരം പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. അവിശ്വാസികളായ ആളുകൾ ക്ഷേത്രഭരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെയാണ് ഫ്രീ ഹിന്ദു ടെമ്പിൾസ് എന്ന പേരിൽ ഒരു ശക്തമായ ക്യാമ്പയിന് ജനം TV തുടക്കം കുറിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ നിലവിൽ ഈ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന് കൂടുതൽ ഊർജ്ജം പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം ഒരു ക്യാമ്പയിനുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതിനാൽ ഓരോ പ്രേക്ഷകനും മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അതാത് ജില്ലകളിലെ ജനം TV-യുടെ റിപ്പോർട്ടർമാരെ വിളിച്ച് അറിയിക്കുക. അത് നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അറിയിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ചർച്ചയാക്കി മാറ്റാം. അതിനാൽ പ്രേക്ഷകരും ഈ ഫ്രീ ഹിന്ദു ടെമ്പിൾസ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമാകണം എന്ന അഭ്യർത്ഥനയാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്.